ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തോട് ചേർന്ന് വരുന്ന ചില ചിന്തകളാണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരുന്നത്. നമ്മുടെ യാത്ര, നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ ഓടണം. കാരണം ഓട്ടം ഓടി തികച്ച സാക്ഷികളുടെ ഒരു വലിയ സമൂഹം നമുക്ക് ചുറ്റും നമ്മളെ പ്രോത്സാഹിപ്പിക്കുവാൻ നിൽക്കുന്നുണ്ട്. തോറ്റുപോയവരെ നോക്കിയല്ല, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കി നമ്മുടെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്കോടണം എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു. നമ്മളെ വിളിച്ച വിളി ഒരു ഉന്നതമായ വിളിയാണ്. നമ്മളെ വിളിച്ചിരിക്കുന്ന വിളി ശ്രേഷ്ഠമായ ഒരു വിളിയാണ്. അതൊരു പരമവിളിയാണ്. അതിനേക്കാൾ വലിയ ഒരു വിളി ഈ ഭൂമിയിൽ വേറെയില്ല. അപ്പോൾ ആ പരമവിളിയുടെ വിരുദിനായിട്ട് ജയത്തോടെ അവിടെ ഓടിയെത്തുവാൻ എന്നെയും നിങ്ങളെയും കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നു. അതിനായി നമ്മൾ രണ്ടുപേരുടെ യാത്രയെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. ഒന്ന് യോനയുടേതും 2 അപ്പോസ്തലനായ പൗലോസിൻ്റേതും. യാത്രയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു വന്നപ്പോൾ അതിനകത്ത് നിന്ന് പല കാര്യങ്ങൾ നമുക്ക് പഠിക്കുവാനായിട്ട് കഴിഞ്ഞു. ആ യാത്രകളിൽ ദൈവം ആഗ്രഹിക്കാത്ത വഴിയിലേക്ക് നമ്മൾ തന്നെ തീരുമാനമെടുത്ത് പോകരുതെന്നും, ചില താൽക്കാലികമായിട്ടുള്ള ലാഭമോർത്ത് ചിലതിനെ കൂലി കൊടുത്ത് നമ്മുടെ ജീവിത നൗകയ്ക്കകത്തേക്ക് കയറ്റരുതെന്നും, സാധനങ്ങളുടെ ഇടയിൽ, അനുഗ്രഹങ്ങളുടെ ഇടയിൽ താഴേക്കിറങ്ങിപ്പോയി ഉറങ്ങിപ്പോകരുതെന്നും, ദൈവം ആലോചന തരുന്നുവെങ്കിൽ യാത്രക്കിടയിൽ ചില സ്ഥലങ്ങളിൽ വീണ്ടും സ്പീഡിൽ അത് ഓടിത്തീർക്കാതെ വണ്ണം ദൈവം പറയുന്ന അത്രയും സമയം അടുത്ത കാൽവെപ്പിനായി നമ്മൾ കാത്തിരിക്കണമെന്നും ഒക്കെ നമ്മൾ പഠിക്കുകയുണ്ടായി. എന്നാൽ തുടർന്ന് ഇവരുടെ യാത്രയെക്കുറിച്ച് ശ്രദ്ധിച്ചാൽ, ആ കപ്പലിനകത്ത് യോന ഉറങ്ങുമ്പോൾ അതിൻ്റെ ചുറ്റുമുള്ളവർ, അതിനകത്തുള്ള മറ്റുള്ളവരെല്ലാവരും പ്രവർത്തിക്കുകയാണ്. എല്ലാവരും താൻ്റെ ദൈവത്തോട് നിലവിളിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഇവിടെയും ദൈവത്തിൻ്റെ സ്നേഹം ശ്രദ്ധിച്ചു നോക്കുക. യോനയെ മടക്കിക്കൊണ്ടുവരുവാൻ കടലിനകത്ത് ഒരു പെരുങ്കാറ്റടുപ്പിച്ച് വലിയ കോളുണ്ടാക്കി കപ്പലിനെ ഇളക്കി മറിച്ച് ആ വിധത്തിലൊക്കെ ചെയ്യുമ്പോഴും, ഇത്രയും എല്ലാം സംഭവിക്കുമ്പോഴും കപ്പലിൻ്റെ അടിത്തട്ടിൽ ഉറങ്ങിക്കിടക്കുന്ന യോന, ഇത്രയും പ്രതികൂലമെല്ലാം വന്നിട്ടും അകത്തെ മനുഷ്യൻ ഉറങ്ങിക്കിടക്കുകയാണ്. ഈ പ്രതികൂലമെല്ലാം എൻ്റെ പിന്മാറ്റം നിമിത്തമാണ് ഉണ്ടായിരിക്കുന്നതെന്ന്, എന്നെ ദൈവകൃപയിലേക്ക് മടക്കി വരുത്തുവാനായിട്ടാണ് ഇതെല്ലാം സംഭവിച്ചിരിക്കുന്നതെന്ന് തിരിച്ചറിയാതെ ഉറങ്ങിപ്പോകുന്നു. പക്ഷേ ദൈവം അവിടെയും യോനയെ വിട്ടില്ല. കപ്പൽ പ്രമാണി ഇറങ്ങി വരികയാണ്. കപ്പലിൻ്റെ പ്രമാണിക്ക് കപ്പൽ എങ്ങനെയെങ്കിലും ശരിയാവണ്ണം കൊണ്ടുപോയാൽ മതി. അവൻ ഒരിക്കലും സാധനങ്ങളുടെ ഇടയിൽ അടിത്തട്ടിലേക്ക് ഇറങ്ങി ഉറങ്ങിക്കിടക്കുന്ന യോനയെ തേടി ഇറങ്ങി വരേണ്ടുന്ന യാതൊരു കാര്യവുമില്ല. ആ ഒരൊറ്റ വ്യക്തിക്ക് വേണ്ടി കപ്പലിൻ്റെ അടിത്തട്ട് വരെ ഇത്രയും വലിയ പ്രതികൂലങ്ങൾ നടക്കുമ്പോൾ അവനെ തേടി വരേണ്ടുന്ന കാര്യം കപ്പൽ പ്രമാണിക്കുണ്ടോ? ഉണ്ട് പ്രിയപ്പെട്ടവരെ. സ്വർഗത്തിലെ ദൈവം, ഫിലിപ്പിയ ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ അവൻ താഴേക്കിറങ്ങിയ 7 പടികൾ നമുക്ക് അവിടെ പഠിക്കുവാനായിട്ട് കഴിയും. യേശു, ഇതാ പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു, ഞാൻ പോകാം എന്ന് പറഞ്ഞ് യേശു ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ വേഷത്തിൽ മനുഷ്യനായി താഴേക്ക് ദാസരൂപമെടുത്ത് ഇറങ്ങി വരികയാണ്. ക്രൂശിലെ മരണത്തോളം തന്നെത്താൻ താഴ്ത്തുകയാണ്.
അപ്പോൾ ഈ കപ്പൽ പ്രമാണി മറ്റുള്ളവരെ എല്ലാം വിട്ടിട്ട് യോനയുടെ അടുത്തേക്ക് വന്ന് അവനെ തട്ടി ഉണർത്തുന്നു. ഇന്നും പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങളുടെ നടുവിൽ, പ്രതിസന്ധികളുടെ നടുവിൽ ദേശമെല്ലാം ആടി ഉലയുമ്പോൾ, നമ്മുടെ ചുറ്റുപാടും വലിയ പ്രക്ഷോഭങ്ങൾ നടക്കുമ്പോൾ നമ്മെ മടക്കി കൊണ്ടുപോകുവാൻ, നമ്മളുടെ കണ്ണു തുറക്കുവാൻ ദൈവം അയച്ച ബാധകൾ, അതിനകത്ത് എല്ലാവരും നിലവിളിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ വീട്ടിനകത്ത് ഇത്രയും വലിയ പ്രതികൂലം കൊണ്ടുവന്ന നിനക്ക് വേണ്ടി ഉപവസിച്ച് കരയുന്ന ഒരു മാതാവ്, തലതല്ലി കരയുന്ന ഒരു പ്രിയപ്പെട്ടവൾ, പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന മക്കൾ, മൗനമായിട്ടാണെങ്കിലും ഇതെല്ലാം ഉള്ളിൽ വഹിച്ചുകൊണ്ട് വേദനയോടെ നടക്കുന്ന ഒരു പിതാവ്, നിന്റെ തകർച്ച കാണുവാൻ താല്പര്യമില്ലാത്ത, നിന്റെ വഴിവിട്ടുള്ള ഈ യാത്ര അത് നിന്നെ നാശത്തിലേക്ക് കൊണ്ടുചെന്നെത്തിക്കും എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ഉരുകി ഉരുകി കഴിയുന്ന ആ പ്രിയപ്പെട്ടവർ, അതിൻ്റെ എല്ലാം നടുവിൽ ഇതാ സ്വർഗത്തിലെ കപ്പൽ പ്രമാണി, നിന്റെ ജീവിത നൗകയുടെ ഉടമസ്ഥൻ, ഒരിക്കൽ കൂടി ഈ സന്ദേശത്തിലൂടെ നിന്റെ ജീവിതത്തിനടുത്തേക്ക് ഇറങ്ങി വരുന്നു. അല്ലയോ പൈതലേ, അല്ലയോ മകളെ, അല്ലയോ മകനെ, ഉറങ്ങിക്കളയരുതേ. നിന്റെ കഴിഞ്ഞകാല ജീവിതത്തിലേക്ക്, നിന്റെ ആ സൗഭാഗ്യകരമായ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് നീ മടങ്ങിപ്പോകണം. ദൈവഹിതമില്ലാത്ത ആ ബന്ധം നീ വിട്ടുകളയണം. അത് നിനക്ക് വേണ്ട. അത് നിന്റെ ഹൃദയത്തെ കീറി മുറിച്ച് പറിച്ച് മാറ്റിക്കളയുന്നതാണെങ്കിൽ പോലും, നിന്നെ നാശത്തിലേക്ക് കൊണ്ടുപോകുന്ന, നിന്റെ ജീവിതത്തിൻ്റെ ദിശ മാറ്റിവിടുന്ന, നിന്റെ ലക്ഷ്യത്തെ തെറ്റിച്ചു കളയുന്ന, നിന്നെ ദൈവത്തിന് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു സ്ഥലത്തേക്കുള്ള ആ യാത്ര അത് വേണ്ടെന്ന് വെക്കാം. അതിനെ മുറിച്ചു കളയാം. കപ്പൽ പ്രമാണി ഇറങ്ങി വന്നിരിക്കുന്നു പൈതലേ. അവൻ ഇറങ്ങി വന്ന് 1-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ വായിക്കുന്നത്, 5-ാം വാക്യത്തിന്റെ അവസാനം ഇങ്ങനെ കാണുന്നു: യോനയോ കപ്പലിന്റെ അടിത്തട്ടിൽ ഇറങ്ങിക്കിടന്ന് നല്ലവണ്ണം ഉറങ്ങുകയായിരുന്നു. കപ്പൽ പ്രമാണി അവന്റെ അടുക്കൽ വന്ന് അവനോട്, നീ ഉറങ്ങുന്നത് എന്ത്? എഴുന്നേറ്റ് നിന്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്ക. നാം നശിച്ചു പോകാതിരിക്കേണ്ടതിന് ദൈവം നമ്മെ പക്ഷേ കടാക്ഷിക്കുമായിരിക്കും എന്ന് പറയുകയാണ്. കപ്പൽ പ്രമാണി ഇറങ്ങി വന്നാൽ അവൻ ഇറങ്ങി വരുന്നത് നിന്നോടൊരു കാര്യം പറയുവാനാണ്, നിന്നെ ഉണർത്തുവാനാണ്. ഉറങ്ങിപ്പോയോ? മയങ്ങിപ്പോയോ? അകത്തെ മനുഷ്യൻ വല്ലാത്ത ഒരവസ്ഥയിൽ ആയിപ്പോയോ പ്രിയപ്പെട്ടവരെ? നിന്റെ അകത്തെ മനുഷ്യൻ മയക്കം പിടിച്ചിരിക്കുകയാണോ? പണ്ടത്തെ അവസ്ഥയിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നീ ദൈവത്തിൽ നിന്ന് ഒത്തിരി അകന്ന് കപ്പലിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ കിടന്ന് നല്ലവണ്ണം ഉറങ്ങുന്ന അനുഭവമാണോ? ഒരുപക്ഷെ നിന്റെ കയ്യിൽ ഇപ്പോൾ പണം കാണും, നിനക്ക് ജോലി കാണും. പക്ഷെ നീ നിമിത്തം ആ കുടുംബമാകുന്ന കപ്പൽ ആടി ഉലഞ്ഞുകൊണ്ടിരിക്കുകയാ. നീ ഒറ്റ ഒരാൾ നിമിത്തം ആ ബിസിനസ് തകർച്ചയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. നിന്റെ പിന്മാറ്റം, നീ ദൈവകൃപയിലേക്ക് മടങ്ങി വരുന്നില്ല എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് ദേശത്തിന്, ആ സഭയ്ക്ക് ഉലച്ചിൽ സംഭവിച്ചിരിക്കുന്നു. ഇന്ന് കപ്പൽ പ്രമാണി നിന്നെ തട്ടി ഉണർത്തുകയാ. നിന്റെ തോളിൽ തട്ടി അവൻ നിന്നോട് പറയുന്നു, ഉറങ്ങുന്നവനെ, മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്ക്, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. അവൻ പറയുകയാണ്, നീ നിന്റെ ദൈവത്തോട് പ്രാർത്ഥിക്ക്. കപ്പൽ പ്രമാണി പിന്മാറ്റത്തിലേക്ക് പോയ ഒരു വ്യക്തിയെ തട്ടി ഉണർത്തുമ്പോൾ അവന് പറയുവാനായിട്ട് ഒന്ന് മാത്രമേ ഉള്ളൂ: കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഗോഡ്. നീ ദൈവവുമായിട്ട് സംസാരിക്കുക. നിന്റെ പാപങ്ങളെ നീ ഏറ്റുപറ. നിന്റെ
നിന്റെ പിന്മാറ്റത്തെ നീ സമ്മതിച്ചു കൊടുക്ക്. അവനോട് നീ സംസാരിക്ക്. അവൻ്റെ കരങ്ങളിലേക്ക് നിന്റെ ജീവിതത്തെ നീ മടക്കി കൊടുക്ക്. ഈ ദൂത് ഈ വിധത്തിലൊന്നും പോകുവാൻ ആഗ്രഹിച്ചല്ല ഞാൻ പറഞ്ഞു തുടങ്ങിയത്. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് ആ വിധത്തിൽ കൊണ്ടുപോകുന്നു എന്ന് ഞാൻ കരുതുകയാണ്. മടങ്ങി വരുവാൻ തീരുമാനമെടുക്കുമോ? ഉറക്കത്തിൽ നിന്ന് ഉണരുവാനായി തീരുമാനമെടുക്കുമോ? ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളെ തന്നെ മടക്കി ഏൽപ്പിച്ചു കൊടുക്കുമോ? നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് മടങ്ങി വരുവാൻ നിങ്ങൾക്ക് കഴിയുമോ? നഷ്ടപ്പെട്ടു പോയ ആ പ്രാർത്ഥന, രാത്രിയുടെ യാമങ്ങളിൽ ഉണർന്നെഴുന്നേറ്റിരുന്ന് ജാഗരിച്ച എത്രയോ അനുഭവങ്ങൾ പൈതലെ നിനക്ക് പറയുവാനായിട്ടുണ്ട്. വിശ്വാസിയെ, ആദ്യ നാളുകളിൽ ദൈവത്തിൽ നിന്ന് രാത്രിയുടെ യാമങ്ങളിൽ പ്രാപിച്ച ആലോചനകൾ എത്രയോ പേർക്ക് നന്മ വരുത്തി കൊടുത്തു, എത്രയോ പേർക്ക് വിടുതലുണ്ടാക്കി കൊടുത്തു. ഇന്ന് അതെല്ലാം കളഞ്ഞിട്ട് സാധനങ്ങളുടെ ഇടയിൽ ഉറങ്ങുകയാണോ? ഞാനും നിങ്ങളും പലപ്പോഴും ഉറങ്ങിപ്പോകുന്നത് കൊണ്ട് നമ്മൾ ഉറങ്ങിയും ഉണർന്നുമിരിക്കെ ശത്രു വന്ന് കള വിതച്ചിട്ട് പോകുന്നു. നമുക്കുണരാം. കപ്പൽ പ്രമാണി ഇന്ന് ഈ ദൂതിലൂടെ നിങ്ങളെ തട്ടി ഉണർത്തുന്നു. സഭ ആരംഭിച്ച നാളുകളിൽ, ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയ നാളുകളിൽ, ക്രിസ്തീയ ജീവിതം ആരംഭിച്ച നാളുകളിൽ ആ യൗവനകാലത്തുണ്ടായിരുന്ന ആ സന്തോഷത്തിലേക്കും ദൈവകൃപയിലേക്കും ആദ്യ സ്നേഹത്തിലേക്കും ആദ്യ പ്രാർത്ഥനാ ജീവിതത്തിലേക്കും നമുക്ക് മടങ്ങിപ്പോകാം. അല്ലായെങ്കിൽ അവൻ വരികയും നമ്മുടെ നിലവിളക്ക് ആ സ്ഥാനത്ത് നിന്ന് മാറ്റപ്പെടുകയും ചെയ്യും. അതിന് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുവാൻ ഇടവരരുതേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കപ്പൽ പ്രമാണി ഇറങ്ങി വന്ന് അവനോട് പറയുകയാണ്, നാം നശിച്ചു പോകാതിരിക്കേണ്ടതിന് ദൈവം പക്ഷേ നമ്മളെ കടാക്ഷിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ നശിച്ചു പോകാതിരിക്കേണ്ടതിന്, ഇല്ലായ്മയായി പോകാതിരിക്കേണ്ടതിന്, നിത്യനരകത്തിൽ തീർന്നു പോകാതിരിക്കേണ്ടതിന് നമുക്ക് ഉണർന്നെഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ പിന്മാറ്റത്തിൽ നിന്ന് മടങ്ങി വരാം. നമ്മുടെ വിളിയിലേക്ക് നമുക്ക് മടങ്ങി വരാം. നമ്മുടെ ദിശയിലേക്ക് നമുക്ക് മടങ്ങി വരാം. ദൈവം അയച്ച സ്ഥലത്തേക്ക് നമുക്ക് മടങ്ങി വരാം. നമ്മുടെ വഴി, തെറ്റിപ്പോയ വഴി തിരിച്ച് വഴി ഇതാകുന്നു, ഇതിലെ പൊയ്ക്കൊള്ളുക എന്നുള്ള ദൈവ ശബ്ദത്തിന്റെ മുമ്പിൽ നമുക്ക് മടങ്ങി വരാം. ആ ബന്ധങ്ങൾ മുറിച്ച് മടങ്ങി വരാം. ദൈവം ആഗ്രഹിക്കുന്ന ബന്ധത്തിലേക്ക് മടങ്ങി വരാം. തർശീശിലെ വിദ്യാസമ്പന്നരുടെ ഇടയിലേക്കല്ല, നിനവയിലെ പാപികളുടെ ഇടയിലേക്ക് ഹല്ലേലൂയ അയക്കപ്പെട്ട ദൈവവൈതലേ മടങ്ങി വരാം. അവിടെയുള്ള സുഖ സൗകര്യങ്ങൾക്ക് ലക്ഷ്യമാക്കിയുള്ള യാത്ര നമുക്ക് നിർത്തിക്കളയാം. അതിനുശേഷം യോനയ്ക്ക് ചീട്ട് വീഴുകയാണ്. യോനയ്ക്ക് ചീട്ട് വീണതിന് ശേഷം ഒരു ചോദ്യം യോനയോട് അവർ ചോദിക്കുന്നുണ്ട്. 8-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുവാൻ കഴിയുന്നത്: നിന്റെ തൊഴിലെന്ത്? നീ എവിടെ നിന്ന് വരുന്നു? നിന്റെ നാടേത്? നീ ഏത് ജാതിക്കാരൻ എന്ന് ചോദിച്ചു. അപ്പോൾ 4 കാര്യങ്ങൾ അവനോട് ചോദിച്ചു. പക്ഷേ എല്ലാത്തിനും കൂടി ഒരു ചെറിയ ഉത്തരമേ അവൻ പറയുന്നുള്ളൂ. അവനോട് അവൻ്റെ തൊഴിൽ ചോദിച്ചു, നാട് ചോദിച്ചു, ജാതി ചോദിച്ചു, എവിടെ നിന്നാ വരുന്നതെന്ന് ചോദിച്ചു. ഇതെല്ലാം ചോദിക്കുമ്പോൾ അവന് മറുപടി പറയുവാൻ ഒറ്റ കാര്യം. എന്താ അവൻ പറയുന്നത്? അതിനവൻ അവരോട്, ഞാനൊരു എബ്രായൻ, കടലും കരയും ഉണ്ടാക്കിയ സ്വർഗീയ ദൈവമായ യഹോവയെ ഞാൻ ഭജിച്ചു വരുന്നു. അവൻ അവൻ്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുകയാണ്. ഞാനൊരു എബ്രായനാണ്. എബ്രായൻ എന്ന വാക്കിൻ്റെ അർത്ഥം നദി കടന്നവൻ എന്നാണ്. അതായത് ഒരിക്കൽ വിളി കേട്ട് അക്കരയിൽ നിന്ന് സ്നാനപ്പെട്ട് നദി കടന്ന് ഇക്കരെ കയറിയവനാണ് എബ്രായൻ. അങ്ങനെ പറഞ്ഞ് അവൻ സമ്മതിച്ചു കൊടുക്കുകയാണ്, ഞാൻ നിമിത്തമാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. ഞാൻ യഹോവയാണ് എൻ്റെ ദൈവം. പക്ഷേ ആ പിന്മാറ്റത്തിൻ്റെ നടുവിലും ഞാൻ വിശ്വസിക്കുന്നു യോനയുടെ മടങ്ങി വരവ് അവിടെ ആരംഭിച്ചു. He was ready to reveal his identity. He was ready to accept his mistake. He was ready to confess it in public. നമുക്ക്
ആ കപ്പലിനകത്ത് വെച്ച് തന്നെ ഈ തീരുമാനമെടുക്കാം. അവൻ സമ്മതിച്ചു, ഞാനൊരു എബ്രായനാണ്, ഞാൻ ഇങ്ങനെ വഴിതെറ്റി പോയത് കൊണ്ടാണ്, എൻ്റെ നിമിത്തമാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അങ്ങനെ സമ്മതിച്ച് യോന, ദൈവം ആ വ്യക്തിയെ നിനവയിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നു. ദൈവം അവനെ അവിടെ ഉപയോഗിച്ചു. എന്നാൽ പിന്നീട് അവൻ്റെ ജീവിതത്തിൽ ഒരു ഫ്രൂട്ട്ഫുൾനെസ് വേണ്ട വിധത്തിൽ കാണുവാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ പോലും പിന്നെയും പിറുപിറുക്കുന്ന അനുഭവങ്ങളൊക്കെ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. എന്നാൽ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുവാൻ തീരുമാനിച്ച യോനയുടെ ഒറ്റ പ്രസംഗം കൊണ്ട് അവിടുത്തെ രാജാവ് പോലും രട്ടുശീല ഉടുത്ത് മുഴങ്കാൽ മടക്കത്തക്കവണ്ണം ദൈവം പിന്മാറ്റത്തിൽ നിന്ന് മടങ്ങി വന്ന ഒരു യോനയെ ഉപയോഗിച്ചതുപോലെ ഞാനും നിങ്ങളും മടങ്ങി വരാൻ തയ്യാറാകുന്നു എങ്കിൽ നിശ്ചയമായിട്ടും ദൈവത്തിന് എന്നെയും നിങ്ങളെയും ശക്തമായി ഉപയോഗിക്കുവാനായിട്ട് കഴിയും. ഇവിടെ സംഭവിച്ചതുപോലെ തന്നെ പൗലോസിന്റെ യാത്രയിലും സംഭവിക്കുന്നുണ്ട്. അവിടെയും ഭയമുണ്ടാകുന്നു, അവിടെയും നിലവിളി ഉണ്ടാകുന്നു, അവിടെയും കപ്പലിന്റെ ഭാരം കുറയ്ക്കത്തക്കവണ്ണം അവർ ചരക്കെല്ലാം എടുത്ത് പുറത്തേക്ക് കളയുന്നു. ഒത്തിരി സംഭവങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. ഇതിനോട് സിമിലറായി തന്നെ ഉള്ള സംഭവങ്ങളാണ് അവിടെയും നടക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഈ ദൂതിൻ്റെ അടുത്ത ഭാഗത്തേക്ക് പോകുന്നതിന് മുമ്പ് അപ്പോസ്തല പ്രവൃത്തികൾ 27-ാം അധ്യായത്തിൽ നിന്നും പൗലോസിന്റെ യാത്രയെക്കുറിച്ച് നമ്മൾ അല്പം കൂടെ ആഴത്തിലേക്ക് ഇറങ്ങി ചിന്തിക്കും. എന്നാൽ അതിനു മുമ്പ് ഇതുവരെ കഴിഞ്ഞ ചില ദിവസങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരുന്ന ആ ദൂതുകളുടെ മുമ്പിൽ നമ്മുടെ ജീവിതത്തെ ഒന്ന് ക്രമപ്പെടുത്തുവാൻ ഈ സമയം ഞാൻ എടുക്കുകയാണ്. നിങ്ങൾ ഏതെങ്കിലും വിധത്തിൽ ദൈവവഴി വിട്ട് യാത്ര ചെയ്യുന്ന വ്യക്തിയാണോ? അല്ല, ഒരിക്കലും ദൈവവഴിയിലേക്ക് വന്നിട്ടില്ലാത്ത ഒരു വ്യക്തിയാണോ? ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മടങ്ങി വരുവാൻ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഒരവസരം തരുന്നു. നിങ്ങളുടെ ബിസിനസ്സിന്റെ മുമ്പിൽ പകച്ചു നിൽക്കുന്ന ഒരവസ്ഥയിലാണോ? അങ്ങനെയാണെങ്കിൽ ആ ബിസിനസ് തുടരാതെ വണ്ണം ഒന്ന് ഹോൾഡ് ചെയ്യുവാൻ ദൈവാലോചന പ്രാപിക്കുന്നത് വരെ അടുത്ത ഒന്നിലേക്ക് കൈനീട്ടാതെ വണ്ണം നമുക്ക് അങ്ങനെയൊരു തീരുമാനമെടുക്കാം. ഒരു വിവാഹ ജീവിതത്തിനായി ഒരുങ്ങുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ദൈവത്തിൻ്റെ പരിപൂർണ ഹിതപ്രകാരമുള്ള ഒരു കുടുംബജീവിതം എനിക്ക് തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ഒരു വ്യവസ്ഥയുമില്ലാതെ കണ്ടീഷൻസ് ഒന്നുമില്ലാതെ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യാം. ഞാൻ ഒന്ന് പറയാം, ഒരുപക്ഷെ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന, നിങ്ങൾ വയ്ക്കുന്ന കണ്ടീഷൻസ് നിങ്ങളൊന്ന് മാറ്റി വെച്ചാൽ എനിക്ക് എന്നേക്കാൾ കൂടുതൽ ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവത്തെ അറിയുന്ന, ദൈവവചനം കണ്ടെത്തി ഭക്ഷിക്കുന്ന, ദൈവകൃപയിൽ നിലനിൽക്കുന്ന, ദൈവാലോചന പ്രാപിച്ച് കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ താല്പര്യമുള്ള ഒരു വ്യക്തി മതി എൻ്റെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾ തീരുമാനിക്കുന്നു എങ്കിൽ മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും ആ വിധത്തിൽ നിങ്ങൾ അന്വേഷിച്ചാൽ അതോടുകൂടി ഇതൊക്കെയും തിന്നാനുള്ളത്, ഉണ്ണാനുള്ളത്, ഉടുക്കാനുള്ളത്, പാർക്കാനുള്ളത് ഒക്കെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ദാനമായി തരും. അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഞാൻ നിങ്ങളോട് ഇത് സംസാരിക്കുന്നത്. മാതാപിതാക്കളെ വേദനിപ്പിച്ച്, പ്രിയപ്പെട്ടവരെ വേദനിപ്പിച്ച് ദൈവഹിതമില്ലാത്ത ഒരു വിവാഹ ജീവിതത്തിലേക്ക് നിങ്ങൾ കടന്നിരിക്കാം. പക്ഷേ അത് നിമിത്തം ദൈവത്തിൻ്റെ പരിപൂർണ ഹിതമില്ലാത്ത ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത് നിമിത്തം ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു കൊടുങ്കാറ്റടിക്കുന്ന അനുഭവം പോലെ, കോളുണ്ടായിരിക്കുന്ന അനുഭവം പോലെ ഒരു തലമുറയില്ലാതിരിക്കുന്ന അവസ്ഥയിലാണോ നിങ്ങൾ?
കുടുംബജീവിതം ആരംഭിച്ചിട്ട് നിങ്ങൾ തമ്മിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിലും ജോലിയിൽ, സാമ്പത്തിക മേഖലയിൽ നിങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടോ? അന്ന് മാതാപിതാക്കളുടെ കണ്ണുനീർ നിങ്ങളുടെ തലമേൽ ഒരു ശാപമായി വീണ് കിടക്കുകയാണോ? അത് സംഭവിച്ചു പോയി, എന്നാൽ മടങ്ങി വരുവാൻ എനിക്ക് താല്പര്യമുണ്ടെന്ന് പറയുമോ? കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് നിന്റെ സന്നിധിയിൽ മുട്ടുകുത്താം. മാതാപിതാക്കളെ വേദനിപ്പിച്ചു പോയി, സഹോദരങ്ങളെ വേദനിപ്പിച്ചു പോയി, ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളോട് ഞങ്ങളുടെ പാപം പൊറുത്ത് കപ്പൽ പ്രമാണിയെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് മടങ്ങി വരുവാൻ, എൻ്റെ ദൈവത്തോട് വിളിച്ചപേക്ഷിക്കുവാൻ എനിക്ക് താല്പര്യമുണ്ടെന്ന് പറഞ്ഞ് നമുക്ക് നമ്മുടെ ജീവിതത്തെ അവൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഇല്ല, ദൈവം ആഗ്രഹിക്കാത്ത ഒരു കോഴ്സിലേക്ക് പിടിവാശി മൂലം നിങ്ങൾ ചെന്ന് എത്തപ്പെട്ടുവെങ്കിൽ അവിടെ നിന്ന് വിദ്യാഭ്യാസത്തിൽ വേണ്ട വിധത്തിൽ ഫ്ലറിഷ് ചെയ്യുവാൻ കഴിയാതെ വണ്ണം നിങ്ങൾ ഭാരപ്പെടുകയാണെങ്കിൽ നമുക്ക് കർത്താവിനോട് പറയാം, കർത്താവേ, എനിക്ക് മടങ്ങി വരുവാൻ താല്പര്യമുണ്ട്. നിനക്ക് ഹിതമില്ലാത്തൊരു വഴിയിൽ ഞാൻ വന്ന് നിന്നുപോയി, അത് കംപ്ലീറ്റ് ചെയ്യുവാൻ എന്നെ നീ സഹായിക്കണമേ. അല്ലെങ്കിൽ എനിക്ക് നഷ്ടം വരാതെ, ഒരു ചെറിയ നഷ്ടം വന്നാൽ പോലും അങ്ങ് ആഗ്രഹിക്കുന്ന വഴിയിലേക്ക് ഞാൻ മടങ്ങി വരാമെന്ന് പറയുമോ? ദൈവാലോചനയില്ലാതെ ചില ബിസിനസ് പാർട്ട്നേഴ്സുമായി ഞാൻ ജോലി ചെയ്തു തുടങ്ങി, അത് അങ്ങയുടെ ആലോചന അല്ലെങ്കിൽ അവരെ വേദനിപ്പിക്കാതെ വസ്തുത തുറന്നു പറഞ്ഞ് അതിൽ നിന്ന് പിന്മാറുവാൻ എനിക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കാം. ഇപ്പോൾ ജീവിതത്തിൽ തെറ്റി ഒരു തീരുമാനം ഹൃദയത്തിലെടുത്ത് അത് പ്രാവർത്തികമായിട്ടില്ല, എന്നാൽ എനിക്കിത് മതി, എനിക്ക് ഈ ജോലി മതി, എനിക്ക് ഈ സ്ഥലം മതി, എനിക്ക് ഈ വിവാഹം മതി, എനിക്ക് ഈ കാര്യങ്ങൾ മതി എന്ന് പറഞ്ഞ് വാശി പിടിച്ചു നിൽക്കുന്ന ആരെങ്കിലും എന്നെ ഇന്ന് ഈ ദൂത് കേൾക്കുന്നുവെങ്കിൽ, ശീതകാലം കഴിക്കുവാൻ നല്ലതല്ല എന്ന് തോന്നുന്ന ആ തുറമുഖമാണെങ്കിൽ പോലും നമുക്ക് അവിടം വിടാം. അവിടെ ആ വഴിയിലേക്ക് തിരിയാതെ വണ്ണം, ആ യാത്ര തുടങ്ങാതെ വണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഈ ആലോചന കേൾപ്പിക്കുകയാണ്. ആ ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം. ശനാരഗന്ധല രമന ദിഗലലത ബിഖാലന്തല. ഹല്ലേലൂയ, നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പക്ഷെ ആ ജീവിതത്തെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, ദൈവത്തിന്റെ വഴി വിട്ട് യാത്ര ചെയ്തത് മുഖാന്തരം മടക്കി കൊണ്ടുവരാനായി ചിലരുടെ ജീവിതത്തിൽ അങ്ങ് അയച്ചിരിക്കുന്ന ആ രോഗബന്ധനങ്ങളെ ഇന്ന് അങ്ങ് അറുത്തു മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ചിലതൊക്കെ ആരംഭിക്കാതെ വണ്ണം, ചില യാത്രകൾ തുടങ്ങാതെ വണ്ണം ചിലരെ നീ കൊളുത്തിട്ട് ഹല്ലേലൂയ പിടിക്കുന്നത് പോലെ ഈ ദൂത് കൊണ്ട് പിടിച്ചു നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, അനേക യൗവനക്കാർ ഹല്ലേലൂയ ഹല്ലേലൂയ അങ്ങയിലേക്ക് മടങ്ങി വരട്ടെ. ഹല്ലേലൂയ, അനേക പ്രിയപ്പെട്ടവർ മടങ്ങി വരട്ടെ. ചിലരുടെ തീരുമാനങ്ങൾ മാറുന്ന ദിവസങ്ങളായി മാറട്ടെ. ഹല്ലേലൂയ, അകത്തെടുത്ത ചില തീരുമാനങ്ങൾ, ദൈവഹിതത്തിനെതിരായി എടുത്ത ചില തീരുമാനങ്ങൾ, ഹല്ലേലൂയ ഹല്ലേലൂയ, അതിൽ നിന്ന് ഹല്ലേലൂയ മടങ്ങി പോകുന്ന ഹല്ലേലൂയ ചിലതിനെയൊക്കെ ഹല്ലേലൂയ ചിലതിലേക്ക് കാൽ വെച്ചെടുക്കാതെ വണ്ണം ഹല്ലേലൂയ ഹല്ലേലൂയ അങ്ങയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന അനുഭവം നീ അവർക്ക് നൽകുമെന്നുള്ളതിനാൽ സ്തോത്രം. ദൈവമേ, തീരുമാനത്തിലേക്ക് നടന്നെടുക്കുന്ന പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. സ്വർഗമേ, അങ്ങ് സഹായിക്കണമേ കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ, വഴിതെറ്റി പോകുവാൻ അനുവദിക്കരുതേ. അങ്ങ് ഹിതമില്ലാത്തൊരു വഴിയിലേക്ക് അയക്കല്ലേ. വഴി ഇതാവുന്ന ഇതിലെ പോയിക്കൊള്ളാന്നുള്ള ശബ്ദം, ഹല്ലേലൂയ മാധുര്യമേറിയ ശബ്ദം അങ്ങ് കേൾപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങയുടെ നാമത്തിന്റെ മഹത്വത്തിനാക്കി ഇവരുടെ ജീവിതത്തെ തീർക്കണം, പിന്മാറ്റത്തെ ചികിത്സിച്ച് ഭേദപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങൾ ചോദിക്കുന്നു, കൃപയോടെ കേൾക്കണം ജീവനുള്ള പിതാവേ. ദൈവം നിങ്ങളെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ.